കൊച്ചുണ്ണി പോയി കഴിഞ്ഞാൽ പാത്രങ്ങളെല്ലാം കഴുകി കമഴ്ത്തി വെച്ചിട്ട് തന്റെ കൊച്ചുമകൾ ഖദീജയുമായി പാത്തുമ്മ നേരെ ചൊവ്വെ വീട്ടിലേക്ക് വരും. വരുന്ന ഒരു സ്റ്റൈലിലാണ്, വാല് പോലെ പിറകിൽ ഖദീജ. ഹലോ എവരിവൺ, വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസി വേൾഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വിശ്വപ്രസിദ്ധനായ കഥാകാരൻ അല്ലെ, കഥാകൃത്ത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തമായ പാത്തുമ്മയുടെ ആടിലെ 2 വരികളാണ് നമ്മളിപ്പോ ഇവിടെ വായിച്ചത്. അതില് ഖദീജ, കുഞ്ഞു ഖദീജ പുറകെ നടന്നു വരുന്ന ഒരു സീൻ പറയുന്നുണ്ട് അല്ലെ. ആ കുഞ്ഞു ഖദീജയെ നമുക്ക് ഇന്നൊന്ന് പോയി കണ്ടാലോ മിസ്സേ? പിന്നെ നമുക്ക് ഇവിടെ അടുത്തല്ലേ. അപ്പൊ ഞങ്ങള് ആ ഖദീജയുടെ അടുത്തേക്ക് പോവുകയാണ്. ആ ഖദീജ ഇന്ന് എങ്ങനെയാണ് അല്ലെ, കുഞ്ഞു ഖദീജ വാലുപോലെ നടന്നു വരുന്ന കൊച്ചുമകളാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് ആ ഖദീജ എങ്ങനെയാണ്, വിശേഷങ്ങളും ഒക്കെ, അതായത് മാമയാണ് അല്ലെ, മാമയെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ചോദിച്ച് ആ കുഞ്ഞു ഖദീജയെ കാണാൻ വേണ്ടി പോവാണ്. നമുക്ക് പോകാം. ഇതാണ് കേട്ടോ ആ 4 വയസ്സുകാരി ഖദീജ ഉമ്മ, നമ്മൾ പറഞ്ഞ ഉമ്മ. അപ്പൊ നേരിട്ട് നമുക്ക് ഉമ്മയോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഉമ്മ, ഈ മാമയെ കുറിച്ച്, അതായത് ബഷീറിനെ കുറിച്ചുള്ള ഉമ്മയുടെ ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാവോ? അറിയാവുന്നതൊക്കെ പറയാം. ബഷീർ എന്ന് പറഞ്ഞാൽ ഇത്ര നല്ല സ്നേഹമുള്ള ഒരു മാമ, ഭയങ്കര പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല, അനുഭവിച്ചാൽ മാത്രമേ അറിയാവുള്ളൂ. മാമാൻ്റെയൊക്കെ കൂടെ ജീവിച്ച രീതി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടമല്ല, അന്നത്തെ കാലഘട്ടം എല്ലാവരുമായിട്ട് സ്നേഹമുള്ളൊരു കാലഘട്ടമായിരുന്നു. ഇന്നിപ്പോൾ ടി വിയും ഫോണും ഒക്കെ ആയിട്ടിരിക്കുന്ന കാലഘട്ടമാണ്. അന്ന് ഞങ്ങളെല്ലാവരും സന്തോഷത്തിൽ, ഭക്ഷണം കുറവാണെങ്കിലും സന്തോഷം ഭയങ്കരമായിരുന്നു, സന്തോഷ ജീവിതമായിരുന്നു. അത് ഇപ്പോഴും എപ്പോഴും എൻ്റെ മക്കളോട് ഞാൻ പറയാറുണ്ട് അന്നത്തെ ജീവിതത്തെ പറ്റിയൊക്കെ. മാമാന്ന് ബഷീർ എന്ന് പറഞ്ഞാൽ വേറെ ഒരു പ്രത്യേകതകളുണ്ട്. ബഷീർ വലിയ ആളായിരുന്ന സമയത്ത് വേപ്പൂര് ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിരിക്കും. നമ്മളൊന്നുമല്ലാത്ത നമ്മൾ ചെല്ലുമ്പോൾ അവരുടെയൊക്കെ നിന്ന് ഞങ്ങളെ വിളിച്ചിട്ട് പറയും ഇത് എൻ്റെ ഇന്നവരാണെന്ന് അവരെ പരിചയപ്പെടുത്തും. അത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. എല്ലാവരും ഇത്രയും ഗെറ്റപ്പൊക്കെ ആകുമ്പോഴത്തേക്ക് സാധാരണ പറയാൻ മടിയാ, സ്വന്തക്കാരാണെന്ന് പോലും പറയാൻ മടിയുള്ള കാലഘട്ടത്തിലാണ്. ബഷീർ എല്ലാവർക്കും നല്ല സ്നേഹമുള്ള ആളായിരുന്നു. എല്ലാവരും ഒരേപോലെ, ഒരു മനുഷ്യരെ മാത്രമല്ല, എല്ലാ കോഴിയെയും ആടിനെയും പൂച്ചേനെയും പട്ടീനെയും എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുന്ന ഒരാളാണ്. കൊച്ചു പിള്ളേർ തുടങ്ങി വലിയ ആൾക്കാരുമായിട്ടും പുള്ളിക്കാരന് കൂട്ടാണ്. അതറിയണമെങ്കിൽ ജൂലൈ 5 അവിടെ ചെന്ന് രാവിലെ 8 മണി മുതൽ 10:30 മണി വരെ ചെറിയ ആൾക്കാർ മുതൽ വയസ്സായ ആൾക്കാർ വരെ ഈ അനുസ്മരണയൊക്കെ വരുക. വിളിച്ചിട്ട് വന്നതല്ല, എല്ലാവരും അറിഞ്ഞു വരും. ഭയങ്കര തിരക്കാണ് ഇവിടെ. ഒരേ സെക്ഷനായിട്ടാണ് ഇവിടെ വന്നത്. സ്കൂളിൽ നിന്നൊക്കെ വന്നത് ഓരോരുത്തരായിട്ടാണ് ഇവിടെ കയറ്റണത്. സമയം കൊടുത്തിരിക്കുകയാണ്. അത്ര ഇതാണ്. അവിടെ ചെന്ന് കണ്ടാലേ പറയാൻ പറ്റുള്ളത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് എവിടെയാണ് ഇതിന്റെ അനുസ്മരണ യോഗം നടക്കാറ്? ബഷീറിന്റെ വീട്ടിൽ ഇവിടെ എല്ലായിടും ഉണ്ട്. ഇത് ബഷീറിന്റെ വീട്ടിൽ വരുവാണ്. ആ മാങ്കോസ് മരത്തിന്റെ വീട്ടിൽ ഭയങ്കര പന്തലിട്ടിരിക്കുന്ന മഴക്കാലമായിട്ട് ആ മരം എപ്പോഴും ഉണ്ട്. അവിടെ വെച്ചാണ് ഈ പരിപാടികൾ നടക്കുന്നത്. ഒരു മകൻ താമസിക്കുന്ന അവിടെയാണ് തറവാടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ആടും ഈ ഒരു കഥാസന്ദർഭങ്ങളും ഒക്കെ ശരിക്കും ഉണ്ടായിരുന്നതാണോ, അതോ അദ്ദേഹത്തിന്റെ ഒരു സങ്കല്പത്തില്, അദ്ദേഹം ഒരു കാൽപ്പനികമായിട്ടുള്ള ഒരുപാട് സങ്കല്പങ്ങൾ നമുക്ക് ജീവിതത്തിലുണ്ടാവും, അതുപോലെ ഉള്ളതാണോ, അതോ യഥാർത്ഥത്തിൽ? എല്ലാം ഇത് യഥാർത്ഥമാണ്. ഒന്നും അതിൽ വെള്ളം ചേർത്തിട്ടില്ല. എല്ലാ ജീവിതങ്ങളും ആട് ഞങ്ങൾക്കുണ്ടായ ഒരുപാട് ആടില്ല, ഒരു ആടും 2 കുട്ടികളുണ്ടായിരുന്നു. അതിനെ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ വഴിയൊന്നും റോഡൊന്നും ഇത്ര സൗകര്യമില്ല, വണ്ടിയില്ല. അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ താഴോട്ട് പച്ചയുള്ള സ്ഥലത്തേക്ക് വരും. അതിന്റെ പുറകെ ഞാനും എൻ്റെ ഉമ്മായും ഒക്കെ വരും. അതെല്ലാം കറക്റ്റായ കാര്യങ്ങളാണ്. എൻ്റെ ഉമ്മ ഇച്ചിരി സാമർത്ഥ്യമുള്ള ആളാണ്. ഒച്ചയെടുക്കും. ആ കഞ്ഞിവെള്ളം കൊടുത്തില്ലെന്നും പറഞ്ഞ് അതെല്ലാം ഉള്ള കാര്യം, ഒന്നും ഇല്ലാത്ത ഒരു കാര്യം അതിനകത്തില്ല. നമ്മുടെ മനസ്സിലുള്ളത് ഉമ്മയുടെ കൈ പിടിച്ചു വരുന്ന കുഞ്ഞു ഖദീജയാണ്. കുഞ്ഞു ഖദീജ ഉമ്മയുടെ കൈ പിടിച്ച് നടന്നു വരുന്നതായിട്ടാണ് നമ്മുടെ ആ കഥാസന്ദർഭത്തിൽ ആദ്യമേ. എൻ്റെ അമ്മക്ക് 4 മക്കള് കിട്ടാതെ പോയിട്ട് 5ാമതാണ് എന്നെ കിട്ടിയേക്കണാണ്. അപ്പൊ അതൊക്കെ ഈ അമ്മാവന്മാരുടെ, ഇന്നത്തെ പോലെയുള്ള ഡോക്ടർമാരൊന്നും ഇല്ലല്ലോ. അന്ന് സുകുമാരകൃത്യം നെയ്യ് വീട്ടിനകത്ത് അവരെ വീട്ടിലിട്ടുണ്ടാക്കി കാച്ചി കഴിച്ചിട്ടാണ് ഞാൻ. അപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കണിയാൻ പറഞ്ഞ് ഒരു വിത്തേ ഉണ്ടാവുള്ളൂ, ഒരു കൊമളയായി കൊത്തിയിടും ഒരു വിത്ത്. അങ്ങനെയാണ് നമ്മൾ ജനിച്ചേക്കണത്. അപ്പൊ അത്ര ഒരു സ്നേഹത്തിലാണ് എന്നെ വളർത്തിയത് തന്നെ. നേരത്തെ തന്നെ എന്നെ കല്യാണം കഴിച്ച്. എന്താന്ന് വെച്ചാൽ എന്റെ എല്ലാവർക്കും കാണാൻ വേണ്ടി. അപ്പൊ ഉമ്മ ഒറ്റ ആളേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ ഉള്ളാർത്തിപ്പാറു എന്ന് പറഞ്ഞ് നമ്മളൊരു ക്യാരക്ടറിനെ കാണുന്നുണ്ട്. ഉമ്മയുടെ സഹോദരനായിട്ടാണ് ഞങ്ങള്. അതെന്റെ അമ്മയുടെ അനിയത്തിയുടെ മോനാണ്. അതായത് അപ്പൊ ആനുമ്മ, പാത്തുമ്മയുടെ അനിയത്തി. പാത്രം അതിനകത്തുണ്ടല്ലോ, പാത്രം മേടിച്ചു കൊടുത്ത കാര്യം. എനിക്ക് കമ്മല് മേടിച്ചു തന്നപ്പോഴത്തേക്ക്, ആരും അറിയാതെ കമ്മല് മേടിച്ചു തന്നപ്പോഴത്തേക്ക് അനുമ്മ വന്ന് ചോദിച്ചില്ല എന്ത്. അപ്പൊ എനിക്ക് താമസിക്കാൻ ഉള്ളാടത്തിപ്പോ സെയ്ദ് മുഹമ്മദ്. ഇദ്ദേഹമാണ് ഖദീജ ഇപ്പൊ പറഞ്ഞ ഉള്ളാടത്തിപ്പാറ എന്ന് ഓമന പേരിട്ട് വിളിച്ചിരുന്ന അല്ലെ, ഓമന പേരിട്ട് വിളിച്ചിരുന്ന സെയ്ദ് മുഹമ്മദ്.
ഉമ്മ മാമയെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ച് ഉപ്പയ്ക്ക് എന്താ മാമയെ കുറിച്ചുള്ള ആ ഓർമ്മകൾ എന്താന്ന് പറയാനുള്ളത്? കഥ എഴുതുമ്പോഴത്തേനും മാമയെക്കുറിച്ച് പറയാനായിട്ട് അത്ര ഓർമ്മയുള്ള പ്രായമല്ലായിരുന്നു. 5-6 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഒന്നും മാമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും ഓർത്തിരിക്കാൻ പറ്റിയില്ല, ഓർമ്മയില്ല. അതിനുശേഷം മാമയായിട്ട് അടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും മാമയെക്കുറിച്ച് ഒരുപാട് മനസ്സിലായി. ഒന്നാമതായിട്ട് മാമാക്കിനോട് പറയാനുള്ളത്, മാമ കുടുംബത്തിൻ്റെ ഒരു നാഥൻ തന്നെയായിരുന്നു. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് അത് തോറും ഈ ലോകത്തിന് കാണിച്ചു തന്ന മനുഷ്യനാണ് ബഷീർ. കുടുംബം എന്താണെന്നും കുടുംബത്തിലെ സഹോദരി സഹോദരന്മാർ എങ്ങനെ സ്നേഹിക്കണമെന്നും അവരോട് എങ്ങനെ പെരുമാറണമെന്നും സത്യത്തിൽ തലയോലപ്പറമ്പിലുള്ള നിവാസികൾക്ക് കാണിച്ചു കൊടുത്ത് വയ്ക്കും മുഹമ്മദ് ബഷീറാണ്. അതിന്ന് ആരും അംഗീകരിക്കുകയില്ല, തലയോലപ്പറമ്പുകാരി, മറ്റുള്ളവരൊക്കെ അംഗീകരിക്കുകയായി. അങ്ങനെ ബഷീർ വളരെ സ്നേഹമുള്ള ഒരു മനുഷ്യരായിരുന്നു. ഉമ്മയും ബഷീറും തമ്മിൽ ഉമ്മയാണ് മകനാണ് എന്നുള്ള ബന്ധത്തിൽ അവർ ജീവിക്കുമ്പോഴത്തേനും ഒരുപാട് കാര്യങ്ങൾക്ക് ഉമ്മ മകനെ സമീപിക്കുമ്പോഴത്തേനും അതിനൊന്നും മകൻ ഒരു എതിരൊരു അഭിപ്രായം ഉമ്മാട് പറയുകയില്ല. അതാണ് ബഷീർ. പിന്നെ ബഷീർ ബാറിൽ താമസിച്ച് വിവാഹിതനായി. വിവാഹത്തിന് ശേഷം സ്വന്തം വീട് ഒരു തലയോലപ്പറമ്പിൽ വസ്തു വിടൽ നിലയം വാങ്ങിച്ച് അവിടെ താമസിച്ചപ്പോഴത്തേനും അവിടെയാണ് ഞങ്ങളെല്ലാവരും മാമായുടെ വീട്ടിൽ പൂക്ക് തുടങ്ങിയത്. അങ്ങനെ മാമായും മാമിയായിട്ട് ഞങ്ങൾ ഒരുപാട് അടുത്തു. അവിടെ മാമി ഇത് എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളുടെ മക്കളാണോ എന്നുള്ള ഒരു ഭാവഭേദം മാമിയും കാണിച്ചില്ല. മാമ എങ്ങനെ സ്നേഹിച്ചു അതുപോലെ തന്നെ മാമിയും സ്നേഹിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെ കൂടുതൽ അടുത്തു. അവരിൽ നിന്നും ഒരു വ്യത്യാസമായ ഒരു പ്രവൃത്തിയും അനുഭവമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ സ്വാഭാവികമായിട്ടും അകന്നുപോയേനെ. പക്ഷേ ഞങ്ങൾ കൂടുതലും അടുക്കാനാണ് ഞങ്ങൾക്ക് സാധിച്ചത്. കാരണം ഇവരുടെ രണ്ടുപേരുടെയും പ്രവൃത്തി ഒരുപോലെയായി. പിന്നെ മാമായും മാമിയും തലയോലപ്പറമ്പ് വിട്ടു പോയതിൽ ഞങ്ങൾക്ക് ഒരുപാട് ക്ഷീണങ്ങളുണ്ട്. അത് സഹായ അഭ്യർത്ഥനയിൽ കൂടിയുള്ള ക്ഷീണങ്ങളും പേരും ഉള്ള മറ്റെല്ലാ രീതിയിലുള്ള എല്ലാം ഞങ്ങൾക്ക് നഷ്ടമായി. പിന്നെ മാമായെക്കുറിച്ച് തലയോലപ്പറമ്പ് നിവാസികൾ പറയുമ്പോഴത്തേനും അവരോട് എതിർത്ത് സംസാരിക്കുന്ന ഒരു ഇത് ഉണ്ടായില്ല. അന്നേരമൊക്കെ ഞങ്ങൾ മാമാടെ ഇതിൽ കൂടി ഒഴിച്ചിരുന്നു. പക്ഷെ ഞങ്ങൾ പറയുന്നതിനേക്കാളപ്പുറം ഞങ്ങൾക്ക് പോലും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ മാമായെ സ്നേഹിക്കുന്ന ഈ നാട്ടുകാർ പറയാൻ മനസ്സിലായി. അപ്പോഴാണ് ഈ മാമ ആരാ എന്താണെന്നുള്ള ഒരു പക്ഷേ ഞങ്ങളും അറിയും. ഞങ്ങളെ മാമയാണെന്ന് വിചാരിച്ച് ഇത്ര കഴിവുള്ള ഒരു എഴുത്തുകാരനാണ് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. മറ്റുള്ളവരെ കൂടിയും ആണ് ഈ മാമ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ എന്താണെന്ന്. ഇന്ന് ഈ 133ാമത്തെ ജന്മദിനത്തിനും മാമ ഇന്നും മനുഷ്യരുടെ ഇടയിൽ, അത് വിശിഷ്യ കേരളത്തിൽ പ്രഗത്ഭനായി തന്നെ 1ാം സ്ഥാനത്ത് വിശ്വവിഖ്യാതനായിരുന്നു. വിശ്വസാഹിത്യകാരൻ. വിശ്വം എന്ന് പറഞ്ഞാൽ പട്ടം കേരളത്തിൽ 3 പേരൊക്കെ ഉള്ളൂ. ഒന്ന് വിശ്വകവി കാളിദാസ്, ഒന്ന് വൈക്കം മുഹമ്മദ് ബഷീർ, ഒന്നൊരാൾക്കും കൂടിയുണ്ട്. കാളിദാസിനും വൈക്കം മുഹമ്മദ് ബഷീറിനും എൻ്റെ പേര് ഓർത്തിട്ട് ഇപ്പോൾ ആ പേര് ഞാൻ വിട്ടുപോയി. അത് തന്നെയല്ലേ ഞങ്ങളെയൊക്കെ തന്നെ തിരക്കി വരുന്നതല്ലേ. സാധാരണ ആളുകൾ ഇങ്ങനെ ഞങ്ങളെയൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയോണ്ടല്ലേ. കുമാരനാശാൻ. ഇപ്പൊ മമ്മൂട്ടി ഇന്ന ആളാണ്, മമ്മൂട്ടിയുടെ പെങ്ങളുടെ മകളുടെ മകളെയാണ് നമ്മുടെ എന്റെ മകളുടെ ആങ്ങളെ കിട്ടിയത്, മരുമോടെ ആങ്ങളെ കിട്ടിയത്. പക്ഷെ ആളുകളോട് പറഞ്ഞാൽ മനസ്സിലായില്ല, ഇത് നമ്മളെ മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു ബന്ധമില്ലല്ലോ അവരോടൊക്കെ. നമ്മളെന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഉൾക്കൊള്ളിച്ച് വെച്ചേക്കുവാണ്. ഞങ്ങളെ തന്നെയല്ല ഈ നാട്ടിലുള്ള എല്ലാ സംഗതികളും എല്ലാവരും ഒറ്റക്കണ്ണ ഈ പറഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ ഈ നാട്ടിലുള്ളവരായിരുന്നു. ആ കഥാപാത്രങ്ങളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരാരൊക്കെയാണ്? 4 പേരാണ്. ഒന്ന് ഞാൻ, ഒന്ന് സെയ്ദ് മുഹമ്മദ്, പാത്തുക്കുട്ടി, ആരിഫ. ഞങ്ങൾ 4 പേരുമാണ് ഇപ്പൊ അതിലുള്ളത്. പിന്നെ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും പറഞ്ഞ കഥയിലുണ്ടായിരുന്നു. ഇന്നാണ് ജാതിക്കളി. അന്ന് ജാതി ഇല്ലാത്തൊരു സമ്മതിയായിരുന്നില്ലേ. ആ കഥയിൽ എല്ലാവരും ഉണ്ട്. പിന്നെ ബഷീർ പിന്നെ കളിയാക്കലെ മത്തം കുഞ്ഞേട്ടിന്റെ അമ്മയുടെ മുല കുടിച്ചതാണ് ബഷീർ. നിങ്ങളിന്ന് ചെയ്തു നോക്കിയാൽ എന്റെ വിവരം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മള് കഴിഞ്ഞു പോണത്. കോട്ടയത്ത് അവരെ കല്യാണം കഴിച്ച സ്ഥലത്താണ്. ഇപ്പോഴുണ്ട്. പിന്നെ വയസ്സായി 70. എനിക്ക് അങ്ങ് 73 ആയെങ്കിൽ അവർക്ക് 77 വയസ്സായിട്ടുണ്ട്. അങ്ങനെ പുള്ളിക്കാരത്തി പാത്തുക്കുട്ടിയാണ് ഏറ്റവും ആ കുടുംബത്തെ ഏറ്റവും മൂത്തത്.
ഏറ്റവും മൂത്തത്. അതിന് 10-77 വയസ്സായി. ഞങ്ങൾക്ക് 73 വയസ്സായില്ലേ. ഞങ്ങളെക്കാട്ടി 4 വയസ്സിന് മൂത്താ. പിന്നെ അങ്ങനെ ആവശ്യത്തിനൊക്കെ എന്നുവെച്ചാൽ വരും കേട്ടോ. ഇങ്ങനെ പരിപാടിക്കൊക്കെ ഷാജുമോൻ വിളിക്കും, വരാറുണ്ട്. ഉമ്മ ഈ പാത്തുമ്മയുടെ ആടുന്ന ആ നോവൽ വായിച്ചപ്പോഴേ ഉമ്മയ്ക്ക് ആദ്യം എന്താണ് തോന്നിയത്? അത് വായിക്കുന്ന മുമ്പേ എനിക്ക് തോന്നിയേക്കണം, ഇത് പുസ്തകം ഇറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ മക്കളെല്ലാം റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ആട് കരയണ പോലെ കാണിക്കും. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. പിള്ളേർ വന്ന് കരയും, എൻ്റെ മക്കൾ വന്ന് കരയുമായിരുന്നു. അതെല്ലാം അങ്ങനെ ഇത് 10ാം ക്ലാസ് വരുമ്പോഴാണ് ഞങ്ങൾ വായിക്കണത്. 10ാം ക്ലാസ്സിലെ നോവലായപ്പോഴാണ് ഇത്ര വലിയ സംഗതിയാണെന്ന് അത് വായിച്ചപ്പോൾ ഇപ്പൊ ഭയങ്കര സന്തോഷം തോന്നുന്നത്. എന്ന് വെച്ചാൽ എവിടെ ചെന്ന് കയറിയാലും വേറെ ബഷീറിന്റെ പേര് പറയണ്ട, പാത്തുമ്മയുടെ മോളാന്ന് പറഞ്ഞാൽ മാത്രം മതി. സത്യമാണോ എന്നാണ് ആളുകൾ കിടക്കണത്. അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോൾ അതിന്റെ ഇതറിയാനൊക്കെ ഉള്ളൂ. ഞാൻ എവിടെയെല്ലാം എന്നെ വിളിക്കണം അവിടെയെല്ലാം പോകും. അപ്പൊ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ എല്ലാവരുമായിട്ട് ബന്ധപ്പെടുമ്പോഴും ഇന്ന ആളാണെന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ്. അത് അനുഭവിക്കുന്ന നമുക്ക് അറിയാനൊക്കെ ഉള്ളൂ. തീർച്ചയായിട്ടും ഉമ്മയുടെ അടുത്തിരിക്കുമ്പോൾ ആ ഒരു നമ്മളാ പഠിച്ച 10ാം ക്ലാസ്സിൽ പഠിച്ച ആ ടെക്സ്റ്റ് ബുക്കില് ആ ഒരു കുഞ്ഞു കുട്ടിയുടെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് വേർഡ് പിക്ചർ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വരുന്നതില് ആ കൊച്ചു കുട്ടിയാണ് ഇപ്പോഴും നമ്മുടെ അടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് നമുക്കൊരു ഭയങ്കര ഒരു അത്ഭുതവും സന്തോഷവും ഒക്കെ തോന്നുന്ന ഒരു കാര്യം. 12 വർഷം ഉണ്ടായിരുന്നു പാത്തുമ്മയുടെ ആട് സെക്കൻഡ് പേപ്പർ ആയിട്ട്. അന്നേരം എല്ലാവരും വൺ ഡേ ടൂറായിട്ട് വീട്ടിൽ വരും. അപ്പൊ പാത്തുമ്മ ആകെ ആവശ്യമായി. പാത്തുമ്മാനെ അപ്പുറം ഇപ്പുറം എടുത്തിട്ടും മുട്ടായി കൊടുക്കലും ഉമ്മ കൊടുക്കലും അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ ഒരു ആസ്പത്രിയിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ നേഴ്സുമാരെല്ലാം അത് പഠിച്ചിരിക്കുന്നതാണ്. അവരെ വീട്ടിൽ നിന്ന് മാസത്തിലൊന്നേ ഇവരെ കാണാൻ വരാവുള്ളൂ. അപ്പൊ ഇവര് വീട്ടിലേക്ക് എഴുതും, പിന്നെ അവര് അഡ്മിറ്റ് ആയിട്ടുണ്ട് പോരെന്നും പറഞ്ഞ് വീട്ടിലവർക്ക് കാണാൻ വേണ്ടി. അത് തന്നെ അത്. പിന്നെ ഞാൻ ഹജ്ജിന് പോയേ, ഞാൻ പോയപ്പോട്ട് 17 വർഷമായി. അന്നേരം നിങ്ങൾക്ക് മീനയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കിടക്കുന്ന ഒരു പരിപാടിയുണ്ട്. 400 പേര് ഒന്നിച്ച് കിടക്കുന്ന പരിപാടിയാണ്. അവിടെയൊക്കെ എഴുന്നേറ്റ് അമ്മൂമ്മമാരൊക്കെ ചോദിക്കണ്ട, മക്കളെ ഇത് എല്ലാം നടന്ന കാര്യമാണെന്ന് വെച്ചാൽ കപ്പപ്പൂട്ട്, കഞ്ഞിവെള്ളം, ഇതൊന്നും ആരും എഴുതിയല്ല. അതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുവാണ്. എന്നുവെച്ചാ എല്ലാ ഒരു ഇത് പിള്ളേര് മാത്രമല്ല വായിക്കുന്നത്, ആ വീട്ടിലെല്ലാരും വായിക്കും ഈ പുസ്തകം. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു, നമ്മളിത് കേട്ടോണ്ടിരിക്കുമ്പോൾ ടീച്ചർ പഠിപ്പിക്കുമ്പോഴാണെങ്കിലും കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ കൂടെ ഇതെല്ലാം കടന്നു പോകും. കാരണം നമ്മുടെ ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്ത് അപ്പൊ ഇതെല്ലാം കഞ്ഞിവെള്ളം ചരുവത്തിലെടുത്തോണ്ടോ പ്ലാവില കൊടുക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിലാകും. ഇന്നെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മേശപ്പുറത്ത് ചോറ് വെള്ളം വെക്കണ കാലഘട്ടം. അന്ന് അങ്ങനെയല്ല, ആണുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞ് മിച്ചം ഉണ്ടെങ്കിലാണ് പെണ്ണുങ്ങൾ തിന്നണത്. എല്ലാ സ്ഥലത്തും അങ്ങനെയല്ല. പിന്നെ അപ്പൊ എല്ലാ വീട്ടുകളിലെ പെണ്ണുങ്ങൾ കഞ്ഞിവെള്ളം കുടിക്കണം. ഒരു ദിവസം പെണ്ണുങ്ങൾക്ക് ചോറ് കൊടുക്കണമെന്ന് പറഞ്ഞ് ബഷീർ എഴുതിയിട്ടുണ്ട് പാത്തുമ്മയുടെ ആടിനകത്ത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടി ഞങ്ങളൊക്കെ ജീവിച്ചു വന്നത്. തന്നെ ഫലിത രൂപത്തിൽ നമുക്ക് ഒത്തിരി ചിന്തിക്കാനുള്ള കാര്യങ്ങൾ ഫലിത രൂപത്തിൽ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമുക്ക് ചൊറി വന്നാല് ചൊറിഞ്ഞാൽ മാത്രം അതൊക്കെ ശരിക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും എന്താ പറയാ, ചൊറിയ എന്ന് പറയുന്നതാണ് ഏറ്റവും ഒരു സുഖം കിട്ടുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിൽ. ബഷീറിന്റെ വീട്ടിൽ ആര് എന്നാലും കട്ടൻ ചായ കൊടുക്കണത്. അത് ഇന്ന് ഗ്യാസ് ഇന്നത്തെ അല്ലേ വന്നത്. അന്ന് ഗ്യാസ് ഇല്ല, അടുപ്പ് വെച്ച് ചൂട്ട് കത്തിച്ച് വാട്ടർ ചോക്കും. ഇപ്പൊ നമ്മൾക്ക് ഞാൻ അവിടെ ചെന്നപ്പോഴൊക്കെ എല്ലാവർക്കും കൊടുക്കുമ്പോൾ എനിക്ക് നാണക്കേട് പോലെ. എന്നാ വെച്ചാൽ നമ്മള് അങ്ങനെ പക്ഷെ അത് കൊടുത്തില്ലെങ്കിൽ ചോദിച്ചു വാങ്ങിച്ചു കൊടുക്കും ആൾക്കാർ. കുടിച്ചു കഴിഞ്ഞാൽ അവരോട് പറയും ഈ ഗ്ലാസ് അങ്ങോട്ട് കമത്തി വെക്കാൻ പറയും മാമ. അപ്പൊ നമ്മളോർക്ക് ഇതെന്താ വട്ടാണോ എന്ന്. എന്താന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ഷീന ഷുക്കൂർ ചോദിച്ചേ, ഇതെന്താ സാറേ, അവരും മക്കളും അച്ഛനും അല്ല പുള്ളിക്കാരനും കെട്ടികളും മക്കളെയൊക്കെ കൊണ്ട് കാണിക്കാൻ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് ഗ്ലാസ് കമത്തി വെക്കാൻ പറഞ്ഞു. അപ്പൊ ഷീന ഷുക്കൂർ ചോദിച്ചത് എന്താ സാറേ ഇത് കമത്തി വെക്കാൻ പറഞ്ഞു. അപ്പൊ ഉടനെ പറഞ്ഞ ഇത് നിവർത്തി വെച്ചാൽ ചോദിച്ചു കൂനന്നുറുമ്പ് കയറും. എന്റെ കെട്ടികൾ കൊണ്ടുപോയി അങ്ങോട്ട് കഴുകുമ്പോ എല്ലാം ചത്തുപോകും. ഒരെണ്ണത്തിന് നമുക്ക് ജീവനിടാൻ പറ്റിയല്ല. മനസ്സിലായി? നമ്മളത് ചിന്തിക്കാറുണ്ടോ? പറ്റിയല്ല. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? പുള്ളിക്കാരന് പ്രേമലേഖനം വന്നിട്ട് പ്രേമ എഴുത്ത് വന്നിട്ടില്ലേ, അത് പുസ്തകത്തിലുള്ളതല്ലേ. ആ പ്രേമ എഴുത്ത് വായിക്കാന്ന് ഉറുമ്പ്, ആ ഉറുമ്പിനെ കൊണ്ട് സ്ഥലത്ത് സുരക്ഷിതാക്കിയിട്ടാ പൊട്ടിച്ച് വായിക്കണം. ഇന്ന് അങ്ങനെയല്ലല്ലോ. ശരിക്കും ആ ഒരു സെന്റൻസ് ഒക്കെ വായിക്കുമ്പോ നമ്മളോർക്കോ ചൊറിഞ്ഞങ്ങ് കഴിഞ്ഞു അതെന്താ. പക്ഷെ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനകത്ത് എത്രയോ ഫിലോസഫി അടങ്ങിയിരിക്കുന്നു. കാരണം ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് വിഷമിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത്, ആശ്വാസം കിട്ടുന്നത് ഒരു ചൊറി വന്ന് നോക്കണം, ഒരു ചൊറിച്ചിൽ വന്ന് നോക്കണം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ഒത്തിരി ചിന്തിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ല, ഉമ്മയുടെ അനുഭവങ്ങൾ, അതായത് ഉമ്മയ്ക്ക് ആദ്യമായിട്ട് ആ ഒരു ബുക്ക് വായിച്ചപ്പം, കാരണം നിങ്ങളൊക്കെ അതിനകത്തെ ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ ഉമ്മയ്ക്ക് ഉണ്ടായ അനുഭവങ്ങള് ഉമ്മ ഇപ്പൊ ഷെയർ ചെയ്യണ്ടായി. ഉമ്മയ്ക്ക് അത് വായിച്ച സമയത്ത് ഉണ്ടായ ഒരു അനുഭവം, ഉപ്പ അതിനകത്ത് ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതൊക്കെ കാലങ്ങൾക്ക് ശേഷവും മനസ്സിലായി. ചോദ്യത്തിന് കാരണം എന്താണെന്ന് പറയേണ്ടതെന്ന് മനസ്സിലായി. അതിൻ്റെ ഒറിജിനൽ പറയാം. പാത്തുമ്മയുടെ ആട് പുസ്തകം ഞാൻ വായിച്ചു, ഞങ്ങളുടെ കുടുംബത്തിലാണെന്നെല്ലാം മനസ്സിലാക്കി വെച്ചു. പക്ഷേ ഈ പുസ്തകം ഇത്ര ഗംഭീരമാണെന്നും ഇത് ഇത്ര ആധികാരികമായ ഒരു പുസ്തകമാണെന്നും ഒറിജിനാലിറ്റിയുള്ള പുസ്തകമാണെന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിൽ ഇത് ഉപപാഠ പുസ്തകമായിട്ട് പിള്ളേർക്ക് 10ാം ക്ലാസ്സിൽ പിള്ളേർക്ക് വന്നപ്പോഴത്തേക്ക് ആ സ്കൂളിൽ ഞാനുണ്ട്. അപ്പോൾ പിള്ളേരും അധ്യാപകരും ഓരോന്ന് ചോദിക്കുമ്പോഴത്തേനാണ് എടാ ഇതെന്തൊരു ചോദ്യം, ഇതെന്തൊരു കാര്യങ്ങളാണ്, ഇത് എൻ്റെതാണല്ലോ ചോദിക്കുന്നതെന്നുള്ളത് എനിക്ക് അന്നേരമാണ് പാത്തുമ്മയുടെ ആട് എന്താണെന്നുള്ളത് യഥാർത്ഥത്തിൽ ശരിക്കും മനസ്സിലാകുന്നത്. ഉപ്പ
ഇപ്പൊ ഏത് സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്? ഞാൻ ഗവൺമെന്റ് DV പിന്നെ ഹയർ സെക്കൻഡറി വെച്ചൂരായിരുന്നു. അത് ശരി. അപ്പോൾ പിള്ളേർ പരീക്ഷ കഴിഞ്ഞ് എന്നോട് ഓരോ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾ പഠിച്ചതല്ലേ പിന്നെ എന്നോട് എന്ത് ചോദിക്കാൻ. പക്ഷേ അത് ഒരു സ്കൂളിൽ വെച്ച് മറ്റൊരു സ്കൂളിൽ ഞാൻ ചെയ്തപ്പോൾ തന്നെ അവിടെ ഇതെല്ലാം നടന്നപ്പെടുത്തുന്നു. അന്നേരം ഞാൻ ആരാണ് എന്താണ് എന്താണെന്നുള്ള പിള്ളേരോട് അധ്യാപകരോട് പറയാം. എനിക്ക് അവിടെ നിന്ന് സ്ഥലം മാറ്റം കിട്ടിക്കഴിഞ്ഞ് എന്നെ റിലീവ് ചെയ്ത് കഴിഞ്ഞ് റിലീവ് ഓർഡർ കൈ മേടിച്ച് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ആരാ എന്താണെന്ന് അവരോട് പറയുന്നത്. അന്നേരം എന്നെ അവരവിടെ നിന്ന് ചെയ്യില്ല. പക്ഷേ റിലീവ് ഓർഡർ കൈ മേടിച്ച് അതിൻ്റെ പേരിൽ അവിടെ നിന്ന് പോരാനും സാധിച്ചു. അപ്പോൾ ഇത് ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമാണ് എന്താണെന്ന് വെച്ചെന്നാൽ പാത്തുമ്മാട് ആടെന്ന് പറയുന്ന പുസ്തകം എന്താണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ബഷീറിൻ്റെ ഏറ്റവും വലിയ പിന്നെ പുസ്തകമായ ഏറ്റവും വലിയ പുസ്തകം നല്ല ഏറ്റവും നല്ല പുസ്തകം ലോകം എഴുതിയിരിക്കുന്ന ഈയിടെ ബാല്യകാലസഖി 18 ഭാഷയിൽ ആ ചിത്രം അല്ല ആ പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതും ബഷീർ തന്നെയാണ്. ആ പുസ്തകത്തിൻ്റെ റോയൽറ്റി ഇന്നും ബഷീറിൻ്റെ കുടുംബത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ സെയിൽസ് എന്താണ്, ആ പുസ്തകത്തിൻ്റെ ആരാധന എന്താണ് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ പാത്തുമ്മാട് ആട് 2ാം സ്ഥാനത്തേ ഉള്ളൂ. അതിനെ കവച്ചു വെച്ചും പക്ഷേ ബാല്യകാലസഖിക്ക് പിന്നെ പാത്തുമ്മാട് ആട് പോയിട്ടില്ല. ബഷീറിൻ്റെ ഹൃദയ പാത്തുമ്മാട് ആട് 2ാം സ്ഥാനത്തേക്ക് പോകും. ഉള്ളാർത്തിപ്പാറു എന്ന് എനിക്ക് പേരിട്ടത് ബഷീറല്ല. ബഷീർ അങ്ങനെ ഒരു പേര് ഇട്ടിട്ടില്ല. എന്നെ ഉള്ളാർത്തിപ്പാറെന്ന് വിളിക്കുന്നത് ലൈലമ്മയാണ്. ലൈല. അങ്ങനെ ലൈലമ്മ എന്നെ ഉള്ളാർത്തിപ്പാറെന്ന് വിളിക്കുന്നത് ഞാൻ ബഷീറിൻ്റെ അടുത്ത് പരാതിപ്പെടുന്നു. കംപ്ലൈൻറ്റ് ഇംഗ്ലീഷായി പോകുമല്ലോ, പരാതിപ്പെടുന്നു. അപ്പോഴാണ് മാമ ഒരു ആണ്ണ ഉള്ളാർത്തിപ്പാറു എന്നൊരു പെണ്ണ് വിളിക്കാറായാളാ എന്ന് ചോദിച്ചിട്ടുണ്ട്. സെയ്ദ് മുഹമ്മദ് നീ വടിയെടുത്തോണ്ട് പാടാന്ന് പറയും. അങ്ങനെ ഞാൻ വടിയെടുക്കാൻ പോവുകയാണ്. അവിടെ വെച്ച് ലൈലാമ്മായി സന്ധി സംഭാഷണത്തിൽ കൂടി ഇനി മേലാ വിളിക്കുകയില്ല എന്നുള്ള ഇതിൽ കൂടി ലൈലാമ്മനെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ലൈലാമ്മായി നട്ടുക. അപ്പോൾ ഉള്ളാർത്തിപ്പാറു നിങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ആ ഉള്ളാർത്തിപ്പാറു എന്നാൽ എന്താണ്, അതെന്താ സംഭവിച്ചത് എന്നുള്ളത് ഇവ പറഞ്ഞതേ ഉള്ളൂ. അതെ, ഒരു കൊച്ചുകുട്ടി എന്നുള്ള അങ്ങനെ ഒരു പേര് കേൾക്കുമ്പോഴത്തേന് ഒരു പെൺകുട്ടിയെ വിളിക്കുന്ന പോലെ ഒരു ഫീലാ. ഉള്ളാർത്തിപ്പാറു എന്ന് ലൈലാമ്മ വിളിക്കാൻ കാരണം എന്താ വെച്ചാൽ ലൈലാമ്മക്ക് ഏറ്റവും അടുത്ത് അറിയാവുന്ന ഒരു മനുഷ്യ പിന്നെ ഷെഡ്യൂൾ കാസ്റ്റ് ആയിരുന്നു ഈ ഉള്ളാർത്തികൾ എന്ന് പറയുന്നത്. അവർ അന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഈ ഓരോരോ ആഘോഷങ്ങൾ വരുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ സഹായത്തിനെത്തും. അപ്പോൾ അവരെയാണ് ഉള്ളാർത്തിപ്പാറ കഴിഞ്ഞത്. അത് ഈ ലൈലാമ്മ കണ്ട് മനസ്സിലാക്കി. ലൈലാമ്മ തന്നെയല്ല ഞങ്ങളും ഒക്കെ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അന്നേരം ലൈലാമ്മക്ക് കിട്ടിയ ഒരു വാചകം ഈ ഉള്ളാർത്തിപ്പാറു എന്നുള്ള ഇവർ വീട്ടുകാർ വിളിക്കുന്നത് എന്നാൽ എന്നെ എങ്ങനെ വിളിക്കും, അല്ലാണ്ട് ഇതിനകത്ത് എന്താ കാരണമെന്നൊന്നും ലൈലാമ്മക്ക് അറിയാൻ പറ്റില്ല. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. സത്യത്തിൽ ഈ ബഷീറിന്റെ മുഴുവൻ പുസ്തകമൊന്നും ഞാനൊന്നും വായിച്ചിട്ടില്ല. ചുരുക്കം ചില പുസ്തകങ്ങൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ. അതിൽ ആ കഥയിലെ കഥാപാത്രങ്ങളും ആ പുസ്തകത്തെ പറ്റിയും ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്ന പാത്തുമ്മാട് ആടുവാണ്. അത് കാരണം എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ അല്ല, എൻ്റെയും ഇരിക്കുന്ന ബംഗാളിലെ എല്ലാവരുടെയും കൂടി കുടുംബത്തിൻ്റെ ചരിത്രകാരം ഞങ്ങൾക്ക് അത് ഓർമ്മ ഇരിക്കുന്നു. ശരിക്കും അത്രയും ജനകീയനായ എഴുത്തുകാരനായി നിൽക്കുന്നത് തന്നെ അതുകൊണ്ടായിരിക്കാം. കാരണം മനുഷ്യന്റെ ജീവിതമായിട്ട് അത്രയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ജീവൻ തന്നെയല്ല, ജീവജാലങ്ങൾ മുഴുവനും പ്രപഞ്ചത്തിൽ ഇന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഏത് മാവാടെ ഏത് കഥാപാത്രത്തെ ഏത് പുസ്തകത്തെ നമ്മൾ തലവൻ ചെയ്താലും അതിൽ ഈ ഭൂമിയിൽ ഇന്ന് നടക്കുന്ന ഒരു സംഭവം അതാണ് ബഷീർ. പക്ഷെ ദൈവം തന്നെ കനിഞ്ഞ് ഈ ബഷീറിനെ ഇങ്ങനെ ആക്കാൻ കാരണം ഇത്ര സ്നേഹമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ബഷീറിനെ. അത്ര സ്നേഹം മറ്റു ആരില്ല. അത്രക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. ഒരു കരുമ്പ് പോലും അദ്ദേഹത്തെ പറ്റി ഒരു കുറ്റം പറയാനോ ഒരു സ്നേഹമില്ലാത്ത പറയാനോ ഇല്ല. സഹായിക്കുന്നല്ലാതെ സഹായം അഭ്യർത്ഥിച്ച് പുള്ളിയെങ്ങും പോയിട്ടില്ല. മാമ എങ്ങും പോയിട്ടില്ല. മാമ മരിക്കുമ്പോ ഈ മാമയുടെ ഇതെടുക്കാൻ വേണ്ടി വന്നായിരുന്നേ, പടയെടുത്ത് പ്രതിമ ഉണ്ടാക്കാൻ വേണ്ടി. മാമ എനിക്ക് 2 കാര്യം പറയാനുണ്ട്. ഒന്നെന്റെ കലയെ കാക്ക തൂറരുതെന്ന്. പ്രതിമ വെച്ചാൽ കാക്ക തൂറിയുള്ളൂ, അതെനിക്ക് വേണ്ട. മനുഷ്യർക്ക് പ്രയോജനമുള്ള കാര്യം ഉണ്ടാകണം, അതിനാണ് പാലാങ്കടി വന്നേക്കണം. രണ്ടാമത് എന്നെ പിരിച്ചു തിന്നിട്ടെന്നാ പറഞ്ഞത്. ഭക്ഷികൾക്കും ആഹാരക്കും കഴിക്കേണ്ടതാണ്. അവർ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. അവർക്ക് വേണ്ടുന്നത് നമ്മൾ അധികം ചെടിക്കാൻ പാടില്ല. അത് അവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് സ്ഥാപിച്ചാൽ ഭക്ഷികൾക്കും ഇത്ര സ്ഥാനമാനം കൊടുത്തതും. 2.5 ഏക്കറിന്റെ സ്ഥലത്താണ് ബഷീറിന്റെ വീടിരിക്കുന്നത്. അവിടെ എന്തോരം മരങ്ങൾ, അവിടെ ഇല്ലാത്ത ഒരു മരവും ഇല്ല. ഒരു സാധനം പറിച്ചെടുക്കാൻ പറ്റിയില്ല. വീട്ടുകാർക്ക് താഴെ വീടിനെ പിറക്കിയെടുക്കാം. അത് കിളികൾക്ക്. നമുക്കൊരു കൊല ഉണ്ടായാൽ നമ്മൾ പൊതിഞ്ഞു മൂടി ഇടും. മാമയുടെ വീട്ടിൽ പൊതിഞ്ഞു മൂടി ഇടില്ല. അതിന്റെ ഗുണമാണ് ഈ
ഇത്ര ഈ പക്ഷികളും സംരക്ഷിക്കുന്നതിന്റെ കൂടെ ഞാൻ എപ്പോഴും മനസ്സുകൊണ്ട് ഓർക്കാറുണ്ട്. അതുപോലെ പാത്തുമ്മക്കും അങ്ങനെയാ. പാത്തുമ്മ ആടിന് എല്ലാവരും നേരം വെളുത്ത് നമ്മൾ എന്താ ഉണ്ടാക്കണം എന്നാ ചോദിക്കണം, നമുക്ക് ഇന്ന് എന്താ ഉണ്ടാക്കണം. അങ്ങനെയല്ല, ആടിന് എന്ത് കൊടുക്കുമെന്ന് അതിനോട് എഴുന്നേറ്റ് ചോദിക്കാൻ നമ്മുടെ ആടിന് എന്ത് കൊടുക്കും. ഞാൻ ചോദിക്കും നമ്മൾ നിന്നിട്ടില്ലേ ആട്. അത്ര സ്നേഹമായിരുന്നു ആടിനോട്. ഇപ്പൊ ബഷീറിന്റെ പെങ്ങടെ മക്കളായിട്ടില്ലേ മകനായിട്ട് ജനിച്ചത് കൊണ്ട് നിങ്ങൾ വരികയെ, നിങ്ങൾ കാണുകയെ, നിങ്ങളുടെ സംസാരിച്ച എൻ്റെ ഈ ജനനം ബഷീറിന്റെ പെങ്ങടെ മകനായിട്ട് എല്ലാവരും അറിയില്ല. ബഷീർ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യന്റെ പെങ്ങളെ മകനായിട്ട് ജനിച്ചത് ഞങ്ങൾ വന്നിരിക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണത്. കാരണം നമ്മൾ വായിച്ച് 10ാം ക്ലാസ്സിൽ ഇങ്ങനെ ക്ലാസ് മുറിയിൽ ഇരുന്ന് കണ്ട് വായിച്ചപ്പോ ഇങ്ങനെ ഓർത്ത ആ ഒരു കൊച്ചു കുട്ടികളെ ഇത്രയും ഒരു ഇതായിട്ട് നമ്മുടെ മുന്നിൽ കാണാൻ കഴിയാന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു ബ്ലെസ്സിംഗ് ആണ്. ബഷീർ കൂടിയുള്ളതായ ഒരു വേറെ സ്വന്തമായിട്ട് ഒന്നുമില്ല. 0 ഇനി ഓർമ്മകളില് എന്തെങ്കിലും ഇപ്പം സ്വന്തമായിട്ട് മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കുന്ന എന്തെങ്കിലും ഓർമ്മകളോ എന്തെങ്കിലും സമ്മാനങ്ങളോ? നമ്മൾ ബേപ്പൂരൊക്കെ അവിടെ ചെന്നിട്ടൊക്കെ ഉണ്ടാവൂല, അപ്പം അദ്ദേഹം ഓർമ്മയ്ക്കാനായിട്ട് തന്നിട്ടുള്ള എന്തെങ്കിലും സമ്മാനങ്ങളോ ഓർമ്മകളോ ഒക്കെ ഉണ്ടോ? ഓർമ്മകളൊക്കെ അദ്ദേഹം തന്നിരിക്കാൻ ഞാൻ ബഷീറിനെ ഒരു എഴുത്തയച്ചപ്പോഴത്തേനും മാമ എനിക്ക് 2 എഴുത്തയച്ചു, 2 പ്രാവശ്യമായിട്ട് ഒന്നിച്ചല്ല. പക്ഷെ ഈ 2 എഴുത്തും അന്ന് ഞാൻ ഒരു വിലയും കൽപ്പിക്കാതെ നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ആ എഴുത്ത് 2 കളഞ്ഞത് ഭയങ്കര മോശം. അന്ന് അറിയാൻ പാടില്ല, അറിയുണ്ടായിരുന്നൊരു ബഷീർ ബഷീറിന് അത്രയും പ്രസക്തി അന്ന് വന്നിട്ടില്ല. ആ രീതിയിൽ കൂടി ആ എഴുത്ത് ഞാൻ നശിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ആ എഴുത്ത് ഒന്നുണ്ടായിരുന്നെങ്കിൽ ആ എഴുത്ത് കാണാൻ തന്നെ ഇന്ന് ജനം ഒരുപാട് വന്നേനെ. ആ എഴുത്ത് ഞാൻ ഇന്ത്യയിൽ നഷ്ടപ്പെട്ടു പോകും. ഇതിൻ്റെ ഒരു അനുഭവമാണ് ബഷീറുമായി. ഇത് കൂടാതെ ബഷീർ ഞാനൊക്കെ ഒന്നിച്ച് കുടുംബത്തിൽ താമസിക്കുമ്പോഴത്തേനും എൻ്റെ കാലിനൊരു പരിക്കുണ്ടായി. അങ്ങനെ ഒരുപാട് സമയം ബഷീർ എന്നെ ശുശ്രൂഷിച്ചതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. അതൊരു നടന്ന സംഭവം. പിന്നെ കൂടുതലായിട്ടും മാമയുടെ വീട്ടിൽ എപ്പോഴും പോണത് കാരണം എല്ലാം സംഭവങ്ങളായി. അത് പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഓർക്കാനിരിക്കാൻ ഇല്ല. ഉപ്പ് പറയണ്ടായി മറ്റേ ബഷീറിന്റെ ഭാര്യയും ബഷീറും ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധം ഭയങ്കരമായിട്ട് ആത്മബന്ധം ഉണ്ടായത് അദ്ദേഹം വെച്ച വീട്ടിലാണെന്ന്. ആ വീടിപ്പോ എവിടെയാണ്? ആ വീടിപ്പോ എന്തായിട്ടാണ്? ഇപ്പോഴും അതുണ്ടോ? അതിനെ കുറിച്ചൊക്കെ ഒന്നും ഉമ്മ പറയാമോ? ആ വീട് ഇപ്പോഴും ഉണ്ട്. അത് ഫെഡറൽ ബാങ്കിന് വിറ്റ്, ഫെഡറൽ ബാങ്ക് അത് മാമാടെ സ്മരണയായിട്ട് എല്ലാം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഇപ്പൊ ഷാജിമോൻ എന്ന് പറഞ്ഞ ഒരു ആളുണ്ട്, ബാങ്ക് ജോലിയാണ്. പുള്ളിയാണ് അതിന്റെ അമ്മ മലയാളം എന്ന് പറഞ്ഞ ട്രസ്റ്റ് നടത്തി അതിന് എല്ലാ മാസവും അതിന്റെ പരിപാടികൾ നടത്തുന്നുണ്ട്. അല്ലാതെ തന്നെ പല പരിപാടികളും അതിന്റെ പേരിൽ നടത്തുന്നുണ്ട്. അനുസ്മരണമുണ്ട്, പിന്നെ ജന്മദിനമൊക്കെ നടത്തുന്നത് ഷാജിമോനാണ് അതിന്റെ ഇതായിട്ട്. വലിയ പരിപാടിയായിട്ടാണ് നടത്തുന്നത്. ഒരുപാട് വലിയ വലിയ ആൾക്കാരെയൊക്കെ വിളിച്ച് പല വലിയ പരിപാടിയായിട്ട്. ഇദ്ദേഹമാണ് ഖദീജമ്മ പറഞ്ഞ ബഷീറിനെ നെഞ്ചിലേറ്റി നടക്കുന്ന ഷാജിമോൻ എന്ന് പറയുന്ന, എന്താ പറയാ, ബഷീറിന്റെ ഹോൾ ഹാർട്ടഡ് ഫാൻ അല്ലേ? അതെ. അപ്പം അദ്ദേഹത്തെ കുറിച്ചൊന്ന് ഖദീജമ്മ അങ്ങനെ പറയാൻ കാരണം ഈ ബഷീറിന്റെ ഓർമ്മകളുമായിട്ട് നമ്മൾ പോകുമ്പോൾ ഈ കഥാപാത്രങ്ങളെല്ലാം ഇങ്ങോട്ട് വരും. ഇപ്പൊ ഖദീജമ്മയുടെ ഉമ്മ പാത്തുമ്മ നമ്മുടെ പരിപാടി സജീവമായിരുന്നു. അതുപോലെ ബഷീറിന്റെ അനുജന്മാരായ അബ്ദുൽ ഖാദറും അനീഫയും അതുപോലെ അബൂക്കയും സജീവമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഞാൻ ഉള്ളാടത്തിപ്പാറു എന്ന് ബഷീർ പറഞ്ഞ സെയ്ദ് മുഹമ്മദ് നമ്മളിത് അതുപോലെ പിന്നെ വേറെ 3 പേരുണ്ടോ, 2 പേര് കോട്ടയത്താണ്, പാത്തുക്കുട്ടി ആരിഫയും, അത് അബ്ദുൽ ഖാദറിന്റെ മക്കളാണ്. പിന്നെ സുബൈദ എന്ന് പറയുന്നത് നമ്മുടെ ചെമ്പില് മമ്മൂട്ടിയുടെ വീടിന്റെ അയൽവാസി. അപ്പൊ ഇവരെല്ലാവരെയും ഈ കോർത്തിണക്കി കൊണ്ടുവരുമ്പോൾ അവർക്ക് സന്തോഷമാണ്. കാരണം ഈ പരിപാടി വെക്കുമ്പോഴാണല്ലോ ഇവരെല്ലാം വരണം. അതുപോലെ തന്നെ ഈ വന്ന ആളുകളെല്ലാം ഇവരെ കാണാൻ വരും. അപ്പൊ ഇവരുമൊക്കെ എന്നാ പറഞ്ഞാൽ ഒരു സ്റ്റാറാണ്. കാരണം ഇവർക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ പോലും ഞങ്ങള് ബഷീറിന്റെ ഗാന്ധിജിയെ തൊട്ടതിന്റെ 100 അതായത് ഉമ്മ ഞാൻ ഗാന്ധിയെ തൊട്ടെന്ന് പറയില്ല, അതിൽ വന്നപ്പോഴും വന്നവര് പോലും ഇവരെ കാണാനാ വന്ന. അപ്പൊ ഇവരെവിടെ ചെന്നാലും ഇവർക്കൊരു ഇവരിപ്പോ ഇവിടുത്തെ ഒരു എന്താ പറഞ്ഞ ഒരു ഗസ്റ്റ് വെച്ചാൽ വൈക്കം മുഹമ്മദ് ബഷീറിനെ കിട്ടിയേക്കാൾ കൂടുതൽ അംഗീകാരങ്ങളാണ് ഖദീജമ്മയ്ക്കും സെയ്ദ് മുഹമ്മദിനും പാത്തുമ്മയ്ക്കും ഒക്കെ കിട്ടിയിരുന്നത്. അതിനകത്ത്
എനിക്ക് ഇതിനെ നേരിട്ട് കാണാൻ പറ്റാതെ അപൂർവം പേര് മാത്രമല്ല. ഇപ്പൊ ആനുമ്മ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ബഷീറിന്റെ വാപ്പേനും ഉമ്മേനെ ഞാൻ കണ്ടിട്ടില്ല. ബാക്കി ഒരുമാതിരി ബന്ധപ്പെട്ടവരെയൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു. അപ്പൊ ഇവരെയൊക്കെ കോർത്തിണക്കാൻ ഞങ്ങൾക്ക് കുറെ പേർക്ക് കഴിയുന്നതുകൊണ്ടാണ് അവരെപ്പോഴും ഈ പറയണത് ഇങ്ങനെ ഷാജി ഷാജി എന്ന് പറയണത്. അതാ സത്യം. അവർക്ക് എന്നോട് സ്നേഹം ഉണ്ടായിട്ട് അതുപോലെ തന്നെ ബഷീറിന്റെ മക്കള് അവരിതുപോലെയാണ്. ഇപ്പൊ നിങ്ങളിപ്പോ കോഴിക്കോട്, ഞാൻ ആദ്യം പറഞ്ഞു, കോഴിക്കോട് ചെല്ലുവാണെങ്കിൽ നിങ്ങൾ അനീസിനെ കാണുവാണെങ്കിൽ അനീസ് പറയും നാട്ടിൽ ചെന്നാൽ നിങ്ങൾ ഇങ്ങനെ ഒരാളെ കണ്ടാൽ മതി എന്ന് പറയും. ഷാഹിനാത്ത ഇത് തന്നെ പറയും. ബഷീറിന്റെ ഭാര്യ ഉണ്ടായിരുന്ന ഫാബിത്തായും ഇത് തന്നെ പറയുന്ന, നിങ്ങൾ വേറെ എങ്ങും പോകണ്ട. അങ്ങനെയാണ് പ്രമോദ് പയ്യന്നൂരൊക്കെ എന്നെ തേടി വരാൻ കാരണം. അപ്പൊ അത് തീർച്ചയായിട്ടും ഖദീജമ്മ സ്നേഹം ഉണ്ടായിട്ട് പറഞ്ഞത് തന്നെയാണ് കേട്ടോ. അതെ, വിശ്വ കഥാകൃത്ത് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ എന്താ പറയാ, അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ ഇത്ര നേരം പങ്കുവെച്ചതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന 2 കഥാപാത്രങ്ങളെ കാണാൻ സാധിച്ചു. അതുപോലെ ഉമ്മയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കാൻ സാധിച്ചു, ഉപ്പയുടെ അടുത്തൊക്കെ ഇരിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അപ്പം ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ ഇത്ര നേരം ഞങ്ങൾക്ക് എല്ലാ ഓർമ്മകളും പങ്കുവെച്ച് തന്നതിന് ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. അതുപോലെ ഞങ്ങൾക്കും നിങ്ങളോടെല്ലാം സന്തോഷം, ഞങ്ങളെ കാണാൻ വന്നതിൽ. തീർച്ചയായിട്ടും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമാണ്. കാരണം ഉമ്മയെ കാണണമെന്നും ഉപ്പയെ കാണണമെന്നും ആ ഒരു കഥാപാത്രങ്ങളെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ അത് കാണാൻ സാധിച്ചതിൽ ഞങ്ങൾക്കൊരു അനുഗ്രഹമായിട്ട് തന്നെ ഞങ്ങൾ കരുതുന്നു. സന്തോഷം. താങ്ക് യു സോ മച്ച്.